പടം നല്ലതായതുകൊണ്ടാണ് ആ BGM അതുപോലെ ആയത്. അപ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അതിൻ്റെ മേക്കേഴ്സിന് തന്നെയാണ്. BGM ചെയ്യാൻ ഇൻസ്പയർ ചെയ്യാനുള്ള വിഷ്വൽസ് തന്നതും അതുപോലത്തെ കഥ കിട്ടിയതും മാത്രമല്ല യൂഷ്വലായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു അപ്രോച്ച് അല്ലാതെ ചെയ്യാനുള്ള ഫ്രീഡം തന്നതിനും അതിന് ഏറ്റവും വലിയ താങ്ക്സ് എൻ്റെ സുഹൃത്ത് പൃഥ്വിനോട് തന്നെ. L3 എന്താണെന്നുള്ളൊരു ചെറിയ ഐഡിയ മാത്രമേ എനിക്കുള്ളൂ. അത് ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ബ്രേക്ക് ഉണ്ടാവും, നല്ലൊരു ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ ഇനി വരുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കളർഫുള്ളായിട്ട് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ ഇതെല്ലാം ഞാൻ സ്റ്റുഡിയോയിൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് കാണുന്ന വിഷ്വൽസ് ആണെങ്കിൽ കൂടെ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അറിയാതെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ളൊരു എന്താ പറയേണ്ട രോമാഞ്ചമാണ് കിട്ടുന്നത്. അത് ലാലേട്ടൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിൻ്റെ ശബ്ദം പോലും മ്യൂസിക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനും എളുപ്പമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം വരും. തിയേറ്ററിലോളം അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നേ വരെ ഞാൻ കവിതയിൽ ഇത്തരം ഒരു ഓളം കണ്ടിട്ടില്ല.